വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ചില ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഡ്രസ്സുകളെല്ലാം നല്ല വിലക്കുറവിൽ എനിക്ക് ലഭിച്ചതാണ്. നിങ്ങൾക്കും ഇതേ വിലക്കുറവിൽ നിന്ന് മീഷോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. മീഷോന്റെ മെഗാ ഓഫർ വരുന്ന സമയത്താണ് ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തകൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് വിഷ് ലിസ്റ്റിലിട്ട് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ അങ്ങനെയാണ് ഈ ഒരു മീഷോ ഐറ്റംസ് ഡ്രസ്സുകൾ എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ വീഡിയോ അധികം ലേറ്റ് ആക്കാതെ നമുക്ക് ഇന്നത്തെ ഡ്രസ് ഹോളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു സിഗരറ്റ് പാൻ്റ് ആണ്. ഇത് വൈറ്റ് കളറിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സിഗരറ്റ് പാൻസ് വരുന്നത്. നല്ല വെള്ള കളർ തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെയായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈക്ര മിക്സ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. എലാസ്റ്റിക് വന്നിട്ട് നല്ല ടെമ്പേർഡ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്. രണ്ട് സൈഡും എലാസ്റ്റിക് നല്ല ടെമ്പേർഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് രണ്ട് സൈഡിലും അവർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഇതിന് പോക്കറ്റ്സ് ഉണ്ട്. നല്ല അത്യാവശ്യം ഫോണൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള പോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും അവർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്ര സീത്രൂ അല്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ് തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ്. സാധാരണ സിഗരറ്റ് പാൻറ്റിന് നമ്മൾ കാണുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ലൈറ്റായിട്ട് ഒരു കട്ടിങ്ങും അടിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് XXL സൈസാണ്. ഇതൊരു നീ ലെങ്ത് ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 228 റുപ്പീസാണ് ഈ ഒരു പാൻസിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് നല്ലൊരു സിഗരറ്റ് പാൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. വാഷ് ചെയ്യാനും നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റും. കോട്ടൺ ലൈക്ര മിക്സ് ആയതുകൊണ്ട് തന്നെ ഇടാൻ ചൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കംഫർട്ടായിട്ട് ഇടാം. പിന്നെ പോക്കറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലെഗിന് ഇടുന്നതിനെക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സിഗരറ്റ് പാൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫോണോ അല്ലെങ്കിൽ പേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോക്കറ്റിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഇത് വന്നിട്ട് 228 റുപ്പീസാണ് ഈ ഒരു സിഗരറ്റ് പാൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു ഷർട്ടാണ്. ഈ ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഈ ഒരു ഷർട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, ഒരു ആഷ് കം പിങ്ക് കളറിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ സൈസാണ് ഞാൻ ഈ ഷർട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 3/4 ആണ് ഹാൻഡ്സ് വരുന്നത്. പ്ലെയിൻ ഷർട്ടാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല നൈസ് ആയിട്ടുള്ള ഒരു കട്ടാണ്. പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഷേപ്പിന് വേണ്ടിയിട്ട് അവർ പിൻ സൈഡിൽ, ഷർട്ടിൻ്റെ പിൻ സൈഡിൽ 2 ടക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ സൈഡിലും അവർ ടക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ക്രീപ്പല്ല, പോളിസ്റ്ററും അല്ല. എനിക്ക് തോന്നുന്നു മിക്സ് ആയിട്ട് വരുന്ന ഏതൊരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സ്മൂത്ത് ആണ്. നമ്മൾ സാധാരണ സിൽക്ക് ഷർട്ടിനെയൊക്കെ പോലെ വരുന്ന ഒരു ഷർട്ടാണ്. വാഷ് ചെയ്ത് നോക്കി നല്ല കളറൊന്നും പോവാത്ത, ഫേഡൊന്നും ചെയ്യാത്ത നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇസ്തിരി ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സ്മൂത്ത് ആണ്. പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. സ്മോൾ സൈസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പല കളേഴ്സും മീഷോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല സൈസിലും ഇത് അവൈലബിൾ ആണ്. XXL വരെ ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ജീൻസിൻ്റെ കൂടെയോ ജെർക്കിൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്സിൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പെർഫെക്റ്റ് ലെങ്ത്തുമാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇപ്പോൾ പേസ്റ്റൽ കളേഴ്സാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ ഇതും വന്നിട്ട് ഒരു പേസ്റ്റൽ കളറാണ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 193 റുപ്പീസാണ് ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസ് വരുന്നത്. ഓഫേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈമിൽ അവരുടെ ഓഫേഴ്സിനനുസരിച്ച് പ്രൈസ് വേരി ചെയ്യും. സോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 193 റുപ്പീസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രൈസിൽ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓഫേഴ്സ് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. സോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കംഫർട്ടബിൾ ഷർട്ടാണ്. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റേണിറ്റി വെയർ ആണ്.
ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ഒലീവ് ഗ്രീൻ കളറിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മെറ്റർണിറ്റി വെയർ ആണ്. ഇത് വന്നിട്ട് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. സോ സാധാരണ നമ്മൾ മെറ്റർണിറ്റി വെയർ എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത്തിലുള്ള മെറ്റർണിറ്റി വെയർ ആണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ജീൻസിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റർണിറ്റി വെയർ സാധാരണ എവിടെയും കാണാറില്ല. സോ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമുക്ക് പലർക്കും ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എപ്പോഴും ഈ മാക്സി ഡ്രസ്സസ് തന്നെ ഇടാൻ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. സോ ജീൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ പാൽ കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. ഇതിന് വന്നിട്ട് അവർ രണ്ട് സൈഡിലും ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്രട്ട് സിബാണ് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് സൈഡിലും അവർ സീക്രട്ട് സിബ്സ് കൊടുത്തിട്ടുണ്ട്. അതും സീക്രട്ട് സിബ് ആയതുകൊണ്ട് ഹൈഡ് ചെയ്ത് നിൽക്കും. കാണുന്നുണ്ടല്ലോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് സിബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഡിസൈനിലാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു 3 ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇത് ഭംഗിക്ക് വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. പിന്നെ ഇവിടം വരെ അവർ നോർമൽ ലെങ്ത്തിൽ വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്ലിറ്റ് ഇട്ടിട്ട് ഒരു പാവാട പോലെ, ഇങ്ങനെ ഞുറിഞ്ഞ ഒരു പാവാട പോലെ ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. ഡിസൈനിൽ മാറ്റമൊന്നും വരുന്നില്ല. ഹാൻഡ്സ് വന്നിട്ട് 3/4 ആണ്. ഹാൻഡ്സിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, സെയിം ക്ലോത്ത് തന്നെയാണ്. എലാസ്റ്റിക് ഒന്നും എൻഡിൽ കൊടുത്തിട്ടില്ല. സാധാരണ നോർമൽ സ്റ്റിച്ചിങ് തന്നെയാണ്. ഇത് മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് പെർഫെക്റ്റ് സൈസിങ്ങും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോഴും ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കളർ ഫെയ്ഡ് ആകുന്നില്ല. ഞാൻ വാഷ് ചെയ്ത് നോക്കിയതാണ്, കളർ ഫെയ്ഡ് ഒന്നും ആകുന്നില്ല. സോ അതൊന്നും പ്രശ്നമില്ല. പിന്നെ സ്റ്റിച്ചിങ് എല്ലാം നല്ല സ്റ്റിച്ചിങ് ആണ്, കംഫർട്ടബിൾ ആണ്. ഇട്ട് നോക്കുമ്പോഴും എല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെർഫെക്റ്റ് ലെങ്ത്തും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 274 റുപ്പീസ് ആണ്. ഈ ഒരു സ്കേർട്ടിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു അടിപൊളി പാറ്റേൺ തന്നെയാണ് അവർ ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടോപ്പാണ്, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. 274 റുപ്പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു എയർലൈൻ കുർത്തിയാണ്. ഒരു പിങ്ക് ഷെയ്ഡ് ലൈൻസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി സെലക്ട് ചെയ്തത്. കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന് 168 റുപ്പീസ് ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്, ലൈൻസ് ആണ്. ബേസിക്കലി നല്ല ഭംഗിയുള്ള ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ഇതിന് വരുന്നത്. 3/4 ആണ് ഹാൻഡ്സ് വരുന്നത്. ഹാൻഡ്സിലും ഇതേ ലൈൻസ് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 3/4 ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ റൗണ്ട് നെക്ക് ആണ് ഇതിനവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന് ചൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. സ്ലിറ്റ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീപ്പ് പോളി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. പെർഫെക്റ്റ് ക്രീപ്പ് അല്ല, ഇത് വന്നിട്ട് പോളി മിക്സ് ആയിട്ടുള്ള ഒരു ക്രീപ്പ് മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. അത്രയ്ക്കൊന്നും ചൂടെടുക്കാൻ സാധ്യതയില്ല. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. യൂനെക്കാണ് കൊടുത്തിരിക്കുന്നത്. 3/4 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 168 റുപ്പീസ് ആണ്. രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. ലൈനിങ് ഇല്ല, പക്ഷെ ലൈനിങ് ഇല്ലെങ്കിലും സീ ത്രൂ കൈൻഡ് അല്ല. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മെറ്റർണിറ്റി വെയറിനും ലൈനിങ് വരുന്നില്ല. പക്ഷെ ഇത് സീ ത്രൂ ഒന്നുമല്ല, കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കളർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ സ്ലിറ്റ് ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്ലിറ്റ് ഇടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴും ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ കൈൻഡ് കുർത്തീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വാങ്ങിച്ച എല്ലാ ഡ്രസ്സിൻ്റെയും കോഡ് ഞാൻ അടിയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
പ്രൈസ് റേഞ്ച് പല ടൈമിലും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓഫർ ടൈമിൽ വാങ്ങിക്കുക, അപ്പോഴാണ് ഇത് ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.